ഇനി മറ്റൊരു വാർത്തയിലേക്ക്. സെബി മേധാവി മാധവി ബുച്ചിനെതിരായ വെളിപ്പെടുത്തലോടെ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞിരിക്കുകയാണ് ഹിൻഡൻബർഗ് റിസർച്ച്. അദാനി ഗ്രൂപ്പിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് 1.5 വർഷം പിന്നിടുമ്പോഴാണ് അടുത്ത വിവാദത്തിന് ഹിൻഡൻബർഗ് തിരികൊളുത്തിയിരിക്കുന്നത്. എന്താണ് ഹിൻഡൻബർഗ് റിസർച്ച്? ആരാണ് ഇതിന്റെ സ്ഥാപകൻ? നോക്കി വരാം. 2017 സ്ഥാപിതമായ ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള സാമ്പത്തിക ഗവേഷണ സ്ഥാപനമാണ് ഹിൻഡൻബർഗ് റിസർച്ച്. നഥാൻ ആൻഡേഴ്സൺ ആണ് സ്ഥാപകൻ. 1937 ഹിൻഡൻബർഗ് ദുരന്തത്തിൽ നിന്നാണ് സ്ഥാപനത്തിന് ആ പേര് വന്നത്. കോർപ്പറേറ്റുകളുടെ കള്ളത്തരങ്ങളും അവിശുദ്ധ കൂട്ടുകെട്ടുകളും പുറത്തു കൊണ്ടുവരികയാണ് ഹിൻഡൻബർഗിന്റെ ലക്ഷ്യം. അക്കൗണ്ടിംഗ് ക്രമക്കേടുകൾ, അധാർമികമായ ബിസിനസ് രീതികൾ, വെളിപ്പെടുത്താത്ത സാമ്പത്തിക ഇടപാടുകൾ എന്നിവയെക്കുറിച്ച് അന്വേഷണങ്ങളും വിശകലനങ്ങളും നടത്തുകയാണ് കമ്പനിയുടെ പ്രധാന ഉദ്ദേശം. കോർപ്പറേറ്റുകളുടെ കള്ളത്തരങ്ങൾ നിക്ഷേപകരെ ബാധിക്കുന്നതിന് മുൻപ് പുറം ലോകത്തെ അറിയിക്കുകയാണ് തങ്ങൾ ചെയ്യുന്നതെന്നാണ് ഹിൻഡൻബർഗിന്റെ വാദം. എന്നാൽ ഹിൻഡൻബർഗിന്റെ വെളിപ്പെടുത്തലുകൾ നിക്ഷേപകരെ കണ്ണീരിലാഴ്ത്തുന്ന കാഴ്ചയാണ് ലോകം ഇതുവരെ കണ്ടിട്ടുള്ളത്. അദാനി ഗ്രൂപ്പിനെ പോലെ ഹിൻഡൻബർഗിന്റെ ഗവേഷണ ചൂടറിഞ്ഞ നിരവധി കമ്പനികളുണ്ട്. നിക്കോള, വിൻസ് ഫിനാൻസ്, ചൈന മെറ്റൽ റിസോഴ്സസ് യൂട്ടിലൈസേഷൻ, HF ഫുഡ്സ് തുടങ്ങി വിവിധ കമ്പനികളെക്കുറിച്ചുള്ള 19 റിപ്പോർട്ടുകൾ ഹിൻഡൻബർഗിന്റെ വെബ്സൈറ്റിലുണ്ട്. 2020 സെപ്റ്റംബറിൽ പുറത്തുവിട്ട ഇലക്ട്രിക് വാഹന നിർമ്മാണ കമ്പനിയായ നിക്കോളയ്ക്കെതിരായ വെളിപ്പെടുത്തലാണ് ഹിൻഡൻബർഗിന്റെ ഇതുവരെയുള്ള ഏറ്റവും വലിയ വെളിപ്പെടുത്തൽ. ഇതേ തുടർന്ന് $125 മില്യൺ കമ്പനിക്ക് പിഴയൊടുക്കേണ്ടി വന്നത്. അദാനി ഗ്രൂപ്പ് ഓഹരികളുടെ വില പെരുപ്പിച്ച് കാട്ടിയെന്ന ഹിൻഡൻബർഗ് റിപ്പോർട്ട് വലിയ കോളിളക്കമാണ് ഇന്ത്യയിൽ സൃഷ്ടിച്ചത്. ഇതേക്കുറിച്ച് അന്വേഷണം നടത്തിയ സെബി മേധാവിയെ തന്നെ കുരുക്കിലാക്കുകയാണ് അടുത്ത റിപ്പോർട്ട്. ഇന്ത്യൻ ഓഹരി വിപണിയെ നിയന്ത്രിക്കേണ്ട സ്ഥാപന മേധാവി തന്നെ ഓഹരിയിൽ കൃത്രിമം കാണിച്ചുവെന്ന ആരോപണം നേരിടുന്ന സ്ഥാപനവുമായി നേരിട്ട് ബന്ധപ്പെട്ടുവെന്ന വെളിപ്പെടുത്തലുകൾ വരും ദിവസങ്ങളിൽ എന്തിനെല്ലാം തിരികൊളുത്തുമെന്ന് കണ്ടറിയാം. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.